ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം കലക്കിയ വിഷയത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീലങ്ക ആദ്യമായി പോളിംഗ് ബൂത്തിൽ. ഫലപ്രഖ്യാപനം നാളെ. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണം. തെളിവുകൾ കൈവശമുണ്ടെന്ന് PV അൻവർ. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം കനത്തു. ലെബനനിൽ വ്യോമാക്രമണം. അരിയിൽ ഷുക്കൂർ വധക്കേസ്. P ജയരാജനും TV രാജേഷിനുമെതിരെ തെളിവുണ്ടെന്ന് വിചാരണ കോടതി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 24-ാം തീയതിക്ക് മുമ്പായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി നൽകിയത് വസ്തുതകൾ അനുസരിച്ചിട്ടല്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ADGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതാണല്ലോ വസ്തുത. ഇതിൽ ഞാൻ പറയട്ടെ, ആവട്ടെ, ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുപോട്ടെ. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല. ഇപ്പോൾ രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോ എന്നറിയില്ല, എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതി മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചത്, അത് ആ പുസ്തകത്തിൻ്റെ ആ ഭാഗം എൻ്റെ കൈവശമുണ്ട്. ഇതിലെ പേജ് നമ്പർ 148. ആ 148-ാം പേജിൽ പറയുന്നത്, DGP പദവി സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ജയറാം പടിക്കൽ 91-ലെ പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭയപ്പെടാൻ തുടങ്ങി. പ്രതീക്ഷിക്കും പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി. അത് തടയാനായി മാർഗങ്ങൾ ആരായുന്നതിനിടയിലാണ് ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നും അതിനാൽ അവിടെ പൂർണ്ണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പടിക്കൽ അറിഞ്ഞത്. അതിൽ പരിഭ്രാന്തനായതിനിടയിലാണ് കരുണാകരനും ചില നീക്കുപോക്കുകളെക്കുറിച്ച് ആലോചിക്കുന്നത് അറിഞ്ഞത്. എന്തായിരുന്നു ആ നീക്കുപോക്കുകൾ? ഒന്ന് വിശദമാക്കാമോ? ചോദ്യം ഗ്രന്ഥകർത്താവായ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ്. അതിന് ജയറാം പടിക്കലിൻ്റെ മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഉദ്ധരണിയാണ്. 1991-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന് കരുണാകരൻ ഭയപ്പെട്ടു. അതിൽ നിന്നും രക്ഷ നേടാനായി കണ്ട എളുപ്പവഴിയാണ് BJPയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം. എന്നാൽ പരസ്യമായൊരു ബന്ധം കൂടാൻ ഇരു പാർട്ടിയിലെ നേതാക്കന്മാരും ഒരുക്കമായിരുന്നില്ല. വടകര ബേപ്പൂർ ഫോർമുല എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെട്ട നീക്കമനുസരിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റുള്ളിടങ്ങളിൽ BJPക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ധാരണയുണ്ടാക്കി. തൃശൂർ പൂരം സംബന്ധിച്ചുള്ള വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്തുവാൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വസ്തുതകൾക്ക് അനുസരിച്ചല്ല വിവരാവകാശ റിപ്പോർട്ട് വന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു? എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല എന്നും ആരോപണ വിധേയനായ ADGP അജിത് കുമാർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നതെന്നും ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി.
വയനാട് ദുരന്ത നിവാരണ കണക്ക് സംബന്ധിച്ച വിവാദത്തിൽ കണക്കുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് തെറ്റായ വിവരങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണെന്നും എന്നാൽ വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ കേരളം അവഹേളിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്താണെന്ന് വിശദീകരിച്ച് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കിയെങ്കിലും വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ ഇഴയാൻ മാത്രമേ അതിന് സാധിച്ചുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ലഭിച്ച പിന്തുണയും സഹായവും തകർക്കുക എന്ന ലക്ഷ്യമാണിതെന്നും നുണകൾക്ക് പിന്നിൽ മാധ്യമ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതരായ 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം കൈമാറി. മരണപ്പെട്ട 173 പേരുടെ സംസ്കാരത്തിനായി കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതവും ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവന്നവർക്കായി 17,16,000 രൂപയും ദുരന്തബാധിതരായ 1013 കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായവും 645 കുടുംബങ്ങൾക്ക് ബാക്ക് ടു ഹോം കിറ്റുകളും 722 കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടകയായി 6,000 രൂപ വീതവും 1,693 പേർക്ക് സഹായമായി ദിവസം 300 രൂപ വീതവും നൽകി. മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ കള്ളക്കണക്കായി ദുർവ്യാഖ്യാനിച്ചു. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, പ്രൊഫഷണലുകളാണെന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങൾ അന്വേഷിക്കണമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വിദഗ്ധർ തയ്യാറാക്കിയ കണക്കിനെ കള്ളക്കണക്കാക്കി അവതരിപ്പിച്ചെന്നും വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളെ സർക്കാരിനെതിരാക്കിയെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം 3 കാര്യങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടത്. ഒന്ന്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരെ ആക്ഷേപിക്കുക. സത്യം പുറത്തു കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകന്മാർക്കെതിരെ മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നും ശരിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്, സത്യം പുറത്തു കൊണ്ടിരുന്നവരാണ്. സത്യം വിളിച്ചു പറയുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ പത്രസമ്മേളനം നടത്തിയത്. ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയും പറയാൻ പാടില്ലാത്ത മാധ്യമ വേട്ടയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയത്. അത് അങ്ങേയറ്റത്തെ അപലപനീയമാണ്. കേരളത്തിൽ മാധ്യമങ്ങൾ ആര് ഭരിച്ചാലും അവർക്കെതിരെ വാർത്തകൾ, സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാറുള്ളത് പുതിയ കാര്യമല്ല. പിണറായി വിജയനെ പേടിച്ച് മാധ്യമങ്ങൾ വാമൂടിക്കെട്ടണമെന്ന് പറയുന്ന രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ തുടരുവാൻ അർഹതയില്ലെന്നും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്നും VD സതീശൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൗനം മാറ്റി മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറായി. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ പ്രതിപക്ഷത്തിനോടാണ് നന്ദി പറയുന്നത്. ഇത്രയും ദിവസക്കാലം മുഖ്യമന്ത്രി എവിടെ, എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത് എന്നുള്ള ഞങ്ങളുടെ നിരന്തരമായ ചോദ്യവും സമ്മർദ്ദവുമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടായത്. 1 മണിക്കൂർ 40 മിനിറ്റാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 58 മിനിറ്റിൽ 53 മിനിറ്റും സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമങ്ങൾക്കെതിരായി അദ്ദേഹം ഒരു കേസുണ്ടാക്കി, അദ്ദേഹം തന്നെ വിചാരണ നടത്തി, അദ്ദേഹം തന്നെ ശിക്ഷ വിധിച്ച് നിങ്ങളെ എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ടാണ്. നമ്മുടെ KSU നേതാവായിരുന്ന ആലപ്പുഴയിലെ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയത് ദേശാഭിമാനിയാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ചാരക്കേസ് തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി. ഏറ്റവും വലിയ കള്ളപ്രചരണമാണ് ചാരക്കേസിന്റെ പേരിൽ നടത്തിയത് എന്ന് പിന്നീട് വ്യക്തമാക്കി. മോൻസൺ ബാവുങ്കലിന്റെ വ്യാജ ചെമ്പോലയ്ക്ക് അതിന് ആധികാരികത ഉണ്ടാക്കി കൊടുത്ത പത്രം ദേശാഭിമാനിയാണ്. അവസാനം എന്തെല്ലാം കാര്യങ്ങളാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന അദ്ദേഹത്തെ KM മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു
വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിച്ച പത്രമാണ് ദേശാഭിമാനി. മുഖ്യമന്ത്രി ആരെയൊക്കെ പുസ്തകം വായിച്ചല്ലോ ഇതിൻ്റെ ഇടയിൽ. മുഖ്യമന്ത്രി ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം കൂടി ഒന്ന് വായിക്കണം. അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്ന പലരെക്കുറിച്ച് വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ്? തൃശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം ഇല്ലേ? 2024 ഏപ്രിൽ 21 അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുക്കുന്നവരുണ്ട്. എന്താണ് 5 മാസം അന്വേഷിക്കാൻ? തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ, തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ 5 മാസം കഴിഞ്ഞു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് തള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 5 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ? അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോടുകൂടി കാണുന്നു പൂരം കലങ്ങിയത്, അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാ പറയുന്നത്. ADGPയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം. ADGPക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ ADGPക്കെതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം. എന്തായാലും തൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പൊ ആ ഭരണകക്ഷി MLAയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി MLA നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു, പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ MLAക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി MLAക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നാ പറയുന്നത്. അയാളിപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് ADGPക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പൊ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ 58 മിനിറ്റുകളും സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെ. യഥാർത്ഥ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി തന്നില്ല. തൃശൂർ പൂരം റിപ്പോർട്ട് ഒരാഴ്ചക്കകം എന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ല. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് തുടരുവാൻ ആകില്ലെന്ന് തെളിഞ്ഞു. അതിനാൽ സ്ഥാനമൊഴിയണം. തൃശൂർ പൂരം വിവാദത്തിൽ അന്വേഷണത്തിന് വീണ്ടും സമയം നീട്ടിക്കൊടുത്തു. RTI രേഖകൾ സത്യം പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. തന്റെ പാർട്ടിയിലെ വിരുദ്ധകർക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. PV അൻവർ MLA മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ അക്കാര്യം തെളിഞ്ഞു. ഭരണകക്ഷി MLAമാർക്കെതിരെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിക്കുകയാണ്. അൻവറിന്റെ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ യാതൊരു അന്വേഷണവുമില്ല. RSS നേതാവിനെ കണ്ട ഉദ്യോഗസ്ഥനെതിരെ ചെറുവിരൽ അനക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദൂതൻ അല്ല ADGP എങ്കിൽ എന്തുകൊണ്ട് നടപടിയില്ല എന്നും VD സതീശൻ ചോദിച്ചു. RSSന് CPM കൊടുത്ത പിന്തുണയുടെ
തുടർച്ചയാണിതെന്നും പൂരം കലക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടുനിന്നു. വയനാട് ദുരന്തത്തിൽ ഇല്ലാത്ത കണക്ക് ഉണ്ടാക്കിയാണ് നൽകിയത്. ഉദ്യോഗസ്ഥർ എഴുതി നൽകുന്നത് അതുപോലെ ഒപ്പിട്ട് നൽകുകയാണ് മുഖ്യമന്ത്രിയെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നത്തെ മറുപടി പ്രതിപക്ഷത്തിനല്ല, മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ എതിരാളികൾക്കെതിരെയാണ് മറുപടി നൽകിയത്. മുഖ്യമന്ത്രി അൻവറിനെ ആവശ്യത്തിനുപയോഗിച്ച് ഇപ്പോൾ തള്ളിപ്പറയുകയാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. 2022 ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനും പ്രസിഡന്റിന്റെ പുറത്താകലിനും ശേഷം ശ്രീലങ്ക ആദ്യമായി പോളിംഗ് ബൂത്തിൽ. ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പ് രാവിലെ 7-ന് ആരംഭിച്ച് വൈകിട്ട് 4 മണിയോടെ അവസാനിച്ചു. നാളെയാണ് ഫലപ്രഖ്യാപനം. നിലവിലെ പ്രസിഡന്റും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ റനിൽ വിക്രമസിംഗെ, പ്രതിപക്ഷമായ സമാഗി ജനബലവേഗയുടെ സജിത് പ്രേമദാസ, നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുരകുമാര ദിസനായകെ, ശ്രീലങ്ക പൊതുജന പെരുൾമുനയുടെ നമൽ രാജപക്സ എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2022-ലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൽ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സ സ്ഥാനഭ്രഷ്ടനായി രാജ്യം വിട്ടതിന് പിന്നാലെ പാർലമെന്റാണ് കാലാവധി പൂർത്തിയാക്കാനായി വിക്രമസിംഗെ പ്രസിഡന്റാക്കിയത്. സാമ്പത്തികമായി പടുകുഴിയിലായിരുന്ന ശ്രീലങ്കയെ രാജ്യാന്തര നാണയനിധിയുടെ വായ്പാ സഹായത്തോടെ പിടിച്ചുയർത്തുവാനും ശക്തിപ്പെടുത്തുവാനും തനിക്ക് കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് വിക്രമസിംഗെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്കിലും അഭിപ്രായ വോട്ടെടുപ്പുകളിൽ 3-ാം സ്ഥാനം മാത്രമാണ് വിക്രമസിംഗയ്ക്കുള്ളത്. ദിസനായകെ പ്രസിഡന്റാകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. SJBയുടെ സജിത് പ്രേമദാസ രണ്ടാമതെത്തുമെന്നും അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നു. പ്രസിഡന്റായിരുന്ന ഗോട്ടബയ രാജപക്സെ 2022 ജൂലൈയിലെ ജനകീയ പ്രക്ഷോഭത്തിൽ രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് റനിൽ വിക്രമസിംഗെ പ്രസിഡന്റായത്. 6 വട്ടം പ്രധാനമന്ത്രിയായിരുന്നതിന്റെ അനുഭവ സമ്പത്തുമായി ഭരണം തുടങ്ങി വിക്രമസിംഗയ്ക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞു. എന്നാൽ രാജപക്സെ കുടുംബത്തിന്റെ SLPP പാർട്ടിയുടെ പിന്തുണയോടെ ഭരണം നടത്തുന്നതിന്റെ പേരിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കേടുണ്ട്. യുണൈറ്റഡ് നാഷണൽ പാർട്ടിക്കാരനായ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. വിക്രമസിംഗയുമായി തെറ്റിപ്പിരിഞ്ഞ് SJB പാർട്ടി ഉണ്ടാക്കിയ സജിത് പ്രേമദാസ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗോട്ടാബയയോട് തോറ്റതാണ്. 1993-ൽ തമിഴ് പുലികൾ വധിച്ച മുൻ പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസയുടെ മകനാണ്. തെരഞ്ഞെടുപ്പിൽ തമിഴ് വംശജരുടെ പിന്തുണ നേടുവാൻ ശ്രമിച്ചു. രാജപക്സമാരെ പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭത്തിൽ ഉയർന്നുവന്ന ജനതാവിമുക്തി പെരമുന എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അരുണകുമാര ദിസനായക. പാർലമെന്റിൽ പാർട്ടിക്ക് കാര്യമായ സീറ്റുകളില്ല. എന്നാൽ പ്രക്ഷോഭത്തിലൂടെ ദിസനായകയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് തിരിച്ചു. പുലർച്ചെ 4 മണിക്കാണ് മോദി ദില്ലിയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഡെലവേറിയിലെത്തുന്ന മോദി ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി മോദി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റ് ബൈഡൻ ഒരുക്കുന്ന അത്താഴ വിരുന്നിലും മോദി പങ്കെടുക്കും. ന്യൂയോർക്കിലെത്തുന്ന പ്രധാനമന്ത്രി ലോങ് ഐലൻഡിൽ ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കും. അമേരിക്കയുമായുള്ള സമഗ്ര തന്ത്രപ്രധാന ബന്ധം ദൃഢമാക്കുന്ന പ്രതീക്ഷ US-ലേക്ക് തിരിക്കും മുൻപ് നരേന്ദ്രമോദി പങ്കുവച്ചിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയിൽ സഹകരണം ശക്തമാക്കാനുള്ള പുതിയ വഴികൾ ചർച്ചയാകും. ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയും സമാധാനവും ക്വാഡ് കൂട്ടായ്മ വിലയിരുത്തുമെന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. അതേസമയം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ കാണുന്ന കാര്യം യാത്ര തിരിക്കും മുമ്പുള്ള മോദിയുടെ പ്രസ്താവനയിലില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കനത്ത സുരക്ഷ ഒരുക്കണമെന്ന് അമേരിക്കയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായ മികച്ച ബന്ധമാണ് ട്രംപ് കാത്തു സൂക്ഷിച്ചിരുന്നത്. ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോദി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത്. ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഈ കാലയളവിൽ നിർണായകമായി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട്. സെപ്റ്റംബർ 24-നാകും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക. പേജർ വോക്കി ടോക്കി ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം കനത്തു. ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ പോർവിമാനങ്ങൾ ലെബനനിൽ വ്യോമാക്രമണം നടത്തി. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്നലെ ഇസ്രായേലിൽ ഹിസ്ബുള്ളകളുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. ഇതിനു പിന്നാലെ ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 59 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയിലെ ഓപ്പറേഷൻ വിഭാഗം കമാൻഡർ ഇബ്രാഹിം അക്വിലും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. തെക്കൻ ബെയ്റൂട്ടിൽ അക്വിലിന്റെ വസതി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 1980-ൽ
63 പേർ കൊല്ലപ്പെട്ട ബെയ്റൂട്ടിലെ US എംബസി ബോംബാക്രമണം നടത്തിയ സംഘത്തിൽ അക്വിലും ഉൾപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച രാത്രി ഹിസ്ബുള്ളകളുടെ 100-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ മിസൈൽ വിക്ഷേപണങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടത്. ആക്രമണം 2 മണിക്കൂർ നീണ്ടു. അടുത്ത കാലത്ത് ഇസ്രായേൽ സേന ലെബനനിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഇതിൽ പിന്നാലെ ഇന്നലെ ഹിസ്ബുള്ളകൾ വടക്കൻ ഇസ്രായേലിലേക്ക് 140 റോക്കറ്റുകൾ തൊടുത്തു. ഇസ്രായേൽ ഭാഗത്ത് വ്യാപകമായി തീപിടുത്തമുണ്ടായി. ഹിസ്ബുള്ളകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളും വോക്കി ടോക്കികളും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊട്ടിത്തെറിച്ച് 37 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം എല്ലാ പരിധികളും ലംഘിക്കുന്നതാണെന്നും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള തലവൻ നസറുള്ള TV പ്രസംഗത്തിൽ ഭീഷണി മുഴക്കി. പ്രസംഗത്തിന്റെ സംപ്രേഷണ സമയത്ത് തന്നെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ലെബനനിൽ ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ ഇസ്രായേലിൽ സുരക്ഷ ശക്തമാക്കി. അപ്പർ ഗലീലിയിലെയും ഗോലാൻ കുന്നുകളിലെയും ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശിച്ചു. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിനുള്ള സഹായം പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിച്ച് കേന്ദ്രം. കേരളം നൽകിയ നിവേദനം ചട്ടപ്രകാരമല്ലെന്ന കാരണം പറഞ്ഞാണ് കേന്ദ്ര സഹായം വൈകിക്കുന്നത്. കഴിഞ്ഞ മാസം 10-നാണ് വയനാട് മുണ്ടക്കൈയിലെ ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി എത്തിയത്. എല്ലാ സഹായവും കേരളത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 40 ദിവസമായി. കഴിഞ്ഞ മാസം 27-നാണ് മുഖ്യമന്ത്രി ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടത്. 25 ദിവസം പിന്നിട്ടിട്ടും ആദ്യഘട്ടം സഹായം പോലും കേന്ദ്രം കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ല. ആകെ 3000 കോടി രൂപയുടെ പാക്കേജാണ് ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാനും പുനർനിർമ്മാണത്തിനും കേരളം ചോദിച്ചത്. കേരളത്തിൽ സന്ദർശനം നടത്തിയ കേന്ദ്ര സംഘത്തിനാണ് കേരളം നൽകിയ നിവേദനം ആഭ്യന്തര മന്ത്രാലയം കൈമാറിയത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ഈ വർഷത്തെ വകയിരുത്തൽ 388 കോടിയാണ്. ഇതിൽ 145 കോടി ഇതിനകം കേരളത്തിന് നൽകി. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേന്ദ്രം തുക അനുവദിച്ചാലേ കേരളത്തിന് ആവശ്യമുള്ളത് കിട്ടൂ. എന്നാൽ സംസ്ഥാനം നൽകിയ നിവേദനം ചട്ടപ്രകാരമല്ലെന്നാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. നിവേദനം എങ്ങനെ തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും ഇത് തെറ്റിച്ചുവെന്നാണ് വിമർശനം. വീടിന് കേടുപറ്റിയാൽ കേന്ദ്ര സഹായമായി 2 ലക്ഷത്തിൽ താഴെ രൂപയാണ് സാധാരണ നൽകാറുള്ളത്. എന്നാൽ 10 ലക്ഷമാണ് കേരളം ആവശ്യപ്പെട്ടത്. നമ്മുടെ കണക്കനുസരിച്ചുള്ള കണക്കാണ് നമ്മൾ നൽകിയതെന്നും എല്ലാം പരിശോധിച്ച് കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പറഞ്ഞിരുന്നു. സാങ്കേതിക വിഷയങ്ങളിൽ ചർച്ച തുടരുന്നതുകൊണ്ടാണ് സഹായം വൈകുന്നതെന്ന് കേന്ദ്രം സൂചിപ്പിക്കുന്നു. എന്നാൽ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും കൂടി സഹായം നൽകുന്നതിന് കേന്ദ്രത്തിന് ഇതൊന്നും തടസ്സമായില്ല. പ്രളയത്തിന് സംസ്ഥാനത്തിന് അടിയന്തര സഹായമായി 3448 കോടി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നേരിട്ടെത്തി പ്രഖ്യാപിച്ചു. സർക്കാരിനെ താങ്ങി നിർത്തുന്ന ആന്ധ്രയുടെ കാര്യത്തിൽ കേന്ദ്രം കാട്ടിയ ഈ വേഗത എന്തായാലും വയനാട് പാക്കേജിൽ ദൃശ്യമല്ല. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണം തുടർന്ന് PV അൻവർ MLA. അജിത് കുമാർ കള്ളപ്പണം സമ്പാദിച്ചതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. സോളാർ കേസ് അട്ടിമറിക്കുവാൻ MR അജിത് കുമാർ ശ്രമിച്ചിരുന്നു. ഇതിന് കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണ്. കവടിയാറിലെ വീട് കൂടാതെ വേറെ 3 വീടുകൾ അജിത് കുമാറിനുണ്ടെന്നും PV അൻവർ ആരോപിച്ചു. അജിത് കുമാർ 2016-ൽ പട്ടം SROയിൽ 33.8 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ളാറ്റ് വാങ്ങി. സ്വന്തം പേരിൽ 2016 ഫെബ്രുവരി 19-നാണ് ഫ്ളാറ്റ് വാങ്ങിയത്. 10 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 29-ന് 65 ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ളാറ്റ് വിറ്റു. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റാണ് 10 ദിവസത്തിന് ശേഷം 65 ലക്ഷത്തിന് വിറ്റത്. ഈ ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണം. റെക്കോർഡ് പ്രകാരം 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് ഇത്രയും രൂപയ്ക്ക് മറിച്ചു വിൽക്കണമെങ്കിൽ പണം എവിടുന്ന് കിട്ടി? ഈ പണം സോളാർ കേസിന് കിട്ടിയ കൈക്കൂലിയാണ്. കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇടപാടിലൂടെ നടന്നത്. ഈ 10 ദിവസത്തിനിടയിൽ ഇതെല്ലാം എങ്ങനെ നടന്നുവെന്ന് അന്വേഷിക്കണം. ഭീകരമായ ടാക്സ് വെട്ടിപ്പാണ് ഇതിലൂടെ നടന്നത്. 55 ലക്ഷം രൂപ വിലയുള്ള ഫ്ളാറ്റ് എങ്ങനെ അജിത് കുമാറിന് 33 ലക്ഷം രൂപയ്ക്ക് കിട്ടിയെന്ന് അന്വേഷിക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഉടൻ പരാതി നൽകുമെന്നും അൻവർ വ്യക്തമാക്കി. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ തുടക്കം മുതൽ തന്നെ പരിശ്രമിച്ചിരുന്നു.
അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് വിളിച്ച കോളിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരി തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുക പ്രതികളിൽ നിന്ന് ADGP കൈപ്പറ്റിയാണ് അനീതിക്ക് കൂട്ടുനിന്നത്. ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് ഇതിന് ഉദാഹരണമാണ്. ഇതിനോടനുബന്ധിച്ചുള്ള 10 സെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലാണ്. ഒരേ ഭൂമിയിലാണ് ഇരുവർക്കും സ്ഥലമുള്ളത്. ആധാരം രണ്ടാളുടെ പേരിലാണെന്ന് മാത്രം. അതിന്റെ ഉറവിടം കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകുമെന്നും PV അൻവർ ആരോപിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗതി. നദിയിൽ നിന്ന് ലോറിയുടെ ടയർ കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ പുഴയിലിറങ്ങി നടത്തിയ തിരച്ചിലിലാണ് ടയർ കണ്ടെത്തിയത്. അർജുന്റെ ലോറിയുടെ ടയറാണോ ലഭിച്ചത് എന്നതിൽ വ്യക്തതയില്ല. മുമ്പ് ഈശ്വർ മൽപയുടെ തിരച്ചിലിൽ തടിക്കഷ്ണം കണ്ടെത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമായതിൽ വലിയ പ്രതീക്ഷയിലാണെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. രാവിലെ വേലിയേറ്റ സമയത്ത് പുഴയിൽ അല്പം വെള്ളം കൂടുതലുണ്ടായിരുന്നു. നിലവിൽ തിരച്ചിൽ നടത്താൻ അനുയോജ്യമായ കാലാവസ്ഥയാണ്. വെള്ളത്തിന്റെ ഒഴുക്കും കുറവാണ്. NDRF സംഘവും സ്ഥലത്തുണ്ടെന്ന് സഹോദരി പറഞ്ഞു. നാവികസേന നിർദ്ദേശിച്ച 3 പ്രധാന പോയിന്റുകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. കാർവാറിൽ നിന്നെത്തിച്ച ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് തിരച്ചിൽ. വെള്ളിയാഴ്ച ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. 3 ദിവസം തെരച്ചിൽ നടത്താനാണ് ഡ്രെഡ്ജർ കമ്പനിയുമായുള്ള കരാർ. ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് തിരച്ചിൽ നടത്തുക. അർജുൻ ഓടിച്ച ലോറിയാണെന്ന് കരുതുന്ന ലോഹ സാന്നിധ്യം കണ്ട സ്ഥലം അടയാളപ്പെടുത്തി മണ്ണ് നീക്കാൻ കഴിയും വിധമാണ് ഡ്രെഡ്ജർ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ സഹോദരിയും ഷിരൂരിൽ എത്തിയത്. ഇത് അവസാന ശ്രമമാണെന്നും ലോറി കണ്ടെത്താനായില്ലെങ്കിൽ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലും ഉത്തര കന്നഡ കളക്ടർ M ലക്ഷ്മിപ്രിയയും വ്യക്തമാക്കി. ജൂൺ 16-നാണ് ദേശീയപാത 66-ൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത്. തടി കഷ്ണങ്ങൾ കയറ്റിയ ലോറിയുമായി പോയപ്പോഴാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത്. കാർവാർ കുംട്ട റൂട്ടിൽ 4 വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. നടി കവിയൂർ പൊന്നമ്മയുടെ മരണത്തിൽ അനുശോചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള സിനിമയുടെയും നാടകലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കും. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു. തോപ്പിൽവാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിൽ ഒന്ന്. പിന്നീട് കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് എത്തി. 1960-കൾ മുതൽ 2022 വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1971, 1972, 1973 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് 1994-ലും മികച്ച 2ാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു. സിനിമയ്ക്കൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും പൊന്നമ്മ സജീവമായിരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPIM സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജനും TB രാജേഷിനുമെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിചാരണ കോടതി. പോലീസിനും CBIക്ക് ലഭിച്ച സാക്ഷിമൊഴികളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. P ജയരാജനും TB രാജേഷും ഉൾപ്പെടെ 6 പ്രതികൾ വധക്കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315-ാം നമ്പർ മുറിയിൽ വെച്ചാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമ കുറ്റങ്ങൾ ഇവർക്കെതിരെ നിലനിൽക്കുമെന്നാണ് എറണാകുളം പ്രത്യേക CBI കോടതിയുടെ വിധി. ഇന്ന് പുറത്തുവന്ന വിധിന്യായത്തിലാണ് എറണാകുളം പ്രത്യേക CBI കോടതിയുടെ പരാമർശങ്ങൾ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P ജയരാജിനു പുറമെ TB രാജേഷ് നൽകിയ വിടുതൽ ഹർജി CBI പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു.
2012 സെപ്റ്റംബർ 20-നാണ് MSF നേതാവായിരുന്ന അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. അന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു P ജയരാജൻ. ഇക്കാലയളവിൽ അരിയിൽ പ്രദേശത്ത് CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി P ജയരാജനും TV രാജേഷും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിൽ MSF നേതാവായ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് 2.5 മണിക്കൂറോളം ബന്ദിയാക്കിയ ശേഷമായിരുന്നു കൊലപാതകമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.